വീട്ടിലെ കുശലാന്വേഷണവും മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞ് വിധി നിർണ്ണയം നടത്താൻ ജഡ്ജസ്മാരെ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. ഞാനൊരു കലോത്സവ വേദിയിൽ സ്കൂൾ കലോത്സവ വേദിയിൽ പോയപ്പോൾ കണ്ട കാഴ്ച നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം തോന്നി. ഇല്ലെങ്കിൽ മക്കളുടെ ഭാവി പണിയാവും. ഇതാണ് നമ്മുടെ വിധികർത്താക്കൾ. ഇവർ എവിടെ നിന്നാണ് വന്നത്, എന്താണ് ഇവരുടെ തലയ്ക്കകത്ത് ഒന്നും മനസ്സിലാവുന്നില്ല. പ്രേക്ഷകർക്ക് വരെ സംശയം തോന്നിപ്പോകുന്ന രീതിയിലുള്ള വിധി നിർണ്ണയം. കുട്ടികൾ കളിക്കുന്ന രീതി കണ്ടോ? ഭരതനാട്യമാണ് ഈ കുട്ടി കളിക്കുന്നത്. മക്കളെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ കുട്ടികൾ കളിക്കുന്ന മത്സരിക്കുന്ന കുട്ടികളെല്ലാവരും പുതിയ ഡ്രസ്സിട്ട് നന്നായി കയറണം, നന്നായി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ആ മക്കൾ മത്സരിക്കുന്നത്. പക്ഷേ അവരുടെ ഭാവിയെ തകർത്ത് കളയുന്ന ഇതുപോലത്തെ വിധികർത്താക്കളും കൈക്കൂലി കൊടുക്കുന്ന ഗുരുക്കന്മാരും ഉണ്ടെങ്കിൽ പിന്നെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഒന്നും പറയാനില്ല. പൊട്ടന്മാരായിട്ട് മക്കളും പാരൻസും വെറുതെ നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കിട്ടിയ കുട്ടിയുടെ പെർഫോമൻസ്. അതിനുശേഷം 3 പിള്ളേരാണ് മത്സരിച്ചത്. അവിടെ കാണാൻ കഴിഞ്ഞ 3 മത്സരാർത്ഥികളേ ഉള്ളൂ. ഹൈസ്കൂൾ വിഭാഗത്തിലാണ് മത്സരിച്ചത്. അത് കഴിഞ്ഞിട്ട് വന്ന ഒരു കുട്ടിയുടെ പെർഫോമൻസ് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാതെ ഈ കുട്ടി കളിച്ചു. അടവുകളും താളവും ഒക്കെ വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് താളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് പോലും താളം ഇടറിയിട്ടില്ല. ഈ ഒരു പെർഫോമൻസിന് അവസാനം റിസൾട്ട് എങ്ങനെയാണെന്നും കൂടിയും പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ വിധികർത്താക്കളെ കൊണ്ടിരുത്തുന്ന സ്കൂൾ അധികൃതരെ ഒന്നും പറയാനില്ല. അവരുടെ ബുദ്ധി ഒന്നും പറയാനില്ല. കാരണം അവർക്ക് അറിയില്ല എന്നുള്ളൊരു വാക്ക് പലരും ചോദിക്കുമ്പോൾ പറയുന്നത് കേട്ടു. ഞങ്ങൾക്കറിയില്ല, അവരങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ. ശരി, ഒരു തെറ്റ് വരുമ്പോൾ, അതായത് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന്, അതായത് കുട്ടികളുടെ പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തും കൈമലർത്തുന്ന സ്കൂൾ അധികൃതരും, അതുപോലെ തന്നെ വിധികർത്താക്കളുടെ ഇടയിൽ 3 പേരിൽ ഒരാൾ തെറ്റ് ചെയ്തു, മറ്റേ ആൾക്കാർക്ക് ചോദ്യം ചെയ്യാനുള്ള ധൈര്യമില്ലാത്ത വിധികർത്താക്കളെയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണഗതിയിൽ കലാരൂപത്തെ നശിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. കലാരൂപത്തെ ഇങ്ങനെ നശിപ്പിക്കുന്ന ഇവരെ ഒന്ന് നിങ്ങൾ സൂക്ഷിക്കുക. ഇതാണ് അടുത്തതായി കളിച്ച കുട്ടിയുടെ പെർഫോമൻസ്. ഈ കുട്ടിക്കാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഈ കുട്ടി എന്താണ് ചെയ്തത് നോക്കിക്കോളൂ. കുട്ടികളെ വെറുതെ അവരുടെ കഴിവിനെ, തെറ്റുകളെ പ്രോത്സാഹിപ്പിച്ച്, ഭരതനാട്യമാണോ ഈ കുട്ടി കളിക്കുന്നതെന്ന് പോലും അറിയില്ല, അവരെ പഠിപ്പിച്ചെടുത്ത ഗുരുവിനെ, ഗുരുവിൻ്റെ ഫോട്ടോയൊന്നും എൻ്റെ അടുത്തില്ല, എനിക്ക് അറിയൂല ആരാന്ന്, പക്ഷേ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ. ഈ കുട്ടിക്കാണ് സെക്കൻഡ് കിട്ടിയിരിക്കുന്നത്. നേരത്തെ രണ്ടാമത് കളിച്ച കുട്ടിക്ക് തേർഡും. ഇതാണ് സെക്കൻഡ് കിട്ടിയ കുട്ടിയുടെ പെർഫോമൻസ്. ഇതിനെപ്പറ്റി അവരുടെ പാരൻസ് ചോദ്യം ചെയ്തപ്പോൾ ഉണ്ടായ കാര്യം, ഞങ്ങൾക്കറിയില്ല, ഡിസ്ക്വാളിഫൈഡ് ആണോ എന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ സ്കൂളുകാർ പറയുന്നതിനനുസരിച്ചാണ് ഞങ്ങൾ മാർക്കിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്തത്. സ്കൂളുകാർ പറയുന്നത് കേൾക്കാനാണെങ്കിൽ ഇവരെ പോലെയുള്ള വിധികർത്താക്കളെ ഇരുത്തേണ്ട കാര്യമില്ലല്ലോ. അവസാനം ഒരുപാട് പ്രശ്നങ്ങളും പ്രേക്ഷകരെല്ലാവരും, ഓഡിയൻസ് എല്ലാവരും ഇടപെട്ട് ഒരുപാട് ഇഷ്യൂസായി സ്കൂൾ അധികൃതർക്ക് മോശമാകുമെന്ന് കണ്ടപ്പോൾ അവിടെ ചർച്ചയ്ക്ക് ശേഷം വിധി നിർണ്ണയം മാറ്റി പറയുന്നൊരു അവസാന വീഡിയോ നിങ്ങൾക്കായിട്ട് ഇടുകയാണ്. എല്ലാവരും ഒന്ന് മൗനം പാലിച്ച് ഇപ്പോൾ പറയുന്ന വാർത്ത ദയവായി ഒന്ന് ശ്രദ്ധിക്കാൻ അപേക്ഷിക്കുകയാണ്. കാരണം രാവിലെ നടന്ന UP സെക്ഷൻ ഭരതനാട്യത്തിൽ, ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത ഭരതനാട്യത്തിൽ 2 കുട്ടികൾ സെക്കൻഡ് നേടിയിട്ടുണ്ട്. അത് ഞങ്ങൾ കൂട്ടിയതിൽ വന്ന ചെറിയൊരു മിസ്റ്റേക്കാണ്. ചെറിയ വ്യത്യാസം വന്നുപോയി. 1-2 മാർക്കിൻ്റെ വ്യത്യാസം വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയപ്പോൾ 2 പേർക്കും 2ാം സ്ഥാനത്തേക്ക് അവകാശം നേടുന്നു. താങ്ക് യു. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. റിമാർക്സ് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ള ഭയവും പറയാതിരിക്കുന്ന ഒരു രീതികളും ഒക്കെ കാരണം ഒരുപാട് പ്രശ്നമുണ്ടാക്കിയതിന് ശേഷം വിധി നിർണ്ണയം വരെ മാറ്റിമറിഞ്ഞു. അപ്പോൾ ഇതുപോലെയുള്ള ജഡ്ജസിനെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക. മക്കളുടെ ഭാവി വെറുതെ കളഞ്ഞ് പാരൻസ് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് പൈസ മുടക്കി മക്കളുടെ ഭാവിയെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വിധി നിർണ്ണയം, അവരെ ഈ കോഴ കൊടുത്ത് നല്ല നല്ല ഗുരുക്കന്മാർക്ക് ചീത്തപ്പേരാക്കുന്ന ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. എന്തിനാണ് വെറുതെ മക്കളുടെ ഭാവിയും കളഞ്ഞ് എല്ലാം അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കുക.